ഹലോ ഫ്ലൈവേസ് ലോഞ്ച് ചെയ്ത് ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം 1,00,000-ഓളം യൂണിറ്റ് വണ്ടികൾ വിറ്റ മഹീന്ദ്രയുടെ ഒരു കോമ്പാക്ട് XUV ഉണ്ട്. അതേതാണെന്ന് നിങ്ങൾക്കറിയാവോ? അതിതാണ് മഹീന്ദ്ര 3XO. ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും അതുപോലെ വിശേഷങ്ങളും എന്താണെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓൾ മൈ ഫ്ലൈവീലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. ഇതാണ് മഹീന്ദ്ര XUV 3XOൻ്റെ ഫ്രണ്ട് ഫേസ് വരുന്നത്. ഇതിന് ഇവർ കൊടുത്തിരിക്കുന്നത് റെവെക്സ് എന്ന് പറഞ്ഞ ഒരു പേരാണ്. അതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, 3XO റെവെക്സ്. ഇതാണ് ഇതിന് ഇവർ കൊടുത്തിരിക്കുന്ന പുതിയ ഒരു പേര്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കിയാൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ നമുക്ക് ഗ്രില്ല്, അതായത് ഇവിടെ ആദ്യം ഒരു ബ്ലാക്ക് ആയിരുന്നു, ബ്ലാക്ക് ഷെയ്ഡ് ആയിരുന്നു. അത് ഇപ്പോൾ അവർ ക്രോം പ്ലേറ്റോട് കൂടിയിട്ട് നല്ല നീറ്റ്ലി ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബോഡി കളറാണ് ഇതിനോട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പഴയ മുന്നേ ഉണ്ടായിരുന്നത് തന്നെയാണ് ഇത് ഇവരുടെ ഈ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. പിന്നെ അതിൽ അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുക വലിയ മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് പഴയ വണ്ടിയും ഈ ഫേസ് ലിഫ്റ്റും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണില്ല. മെയിനായിട്ട് കാണുന്നത് ഈ ഗ്രില്ലാണ്. ദെൻ രണ്ടാമത് വരുമ്പോൾ നമ്മൾ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് 16 ഇഞ്ചിൻ്റെ വീലും അതേപോലെ തന്നെ അതിന് പിയാനോ ബ്ലാക്ക് അലയുമാണ് അവർ കൊടുത്തിരിക്കുന്നത്. സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഫസ്റ്റ് തന്നെ കണ്ണിൽ നമുക്ക് കാണുന്നൊരിതാണ്, അതായത് ഇതിന് ഡ്യുവൽ ടോണാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ആദ്യത്തെ ജനറേഷന് ഇവർ ഡ്യുവൽ ടോൺ അല്ല, സിംഗിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ ഡ്യുവൽ ടോൺ കൊടുത്ത്, അതുപോലെ സൈഡിലോട്ട് വന്നാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ഇവർ ബാഡ്ജിങ്, ഇവരുടെ റെവെക്സ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് ഇവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ടാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ബാക്കിലോട്ട് വന്നാലും നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല. പഴയ രീതിയിൽ തന്നെയാണ് ഇവർ ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവർ ആ റെവെക്സ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഒന്നുകൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ എങ്ങനെയുണ്ട് മാറ്റങ്ങളെന്നെല്ലാം നോക്കാം. നമ്മളിങ്ങനെ ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വന്നാൽ ഇതാ ഡിഫറെൻറ്റ്, അതായത് രണ്ട് ഭാഗമായി നിൽക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ബ്ലാക്കും വൈറ്റും, പല ഭാഗങ്ങളിൽ ബ്ലാക്ക് ഉണ്ട്, പല ഭാഗങ്ങളിൽ വൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡോറിൽ നിന്ന് ഇങ്ങനെ വന്നാൽ തന്നെ ഇവിടെ സ്വിച്ചസ് നല്ല രസമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മുന്നേ തന്നെ ഇതിലുണ്ടായിരുന്നു, മുന്നത്തെ വേരിയൻറ്റിലും ഇത് തന്നെ ഉണ്ടായിരുന്നത്, വേർഷനിലും തന്നെ ഉണ്ടായിരുന്നത്. നേരെ ഇങ്ങോട്ട് വന്ന് ഇതിൽ വേറൊരു രസകരമായ കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ ഇതുപോലെ ഉള്ള കാറ്റഗറീസിലൊക്കെ, കമ്പനീസിൻ്റെ ഈ കാറ്റഗറീസിലൊക്കെ നമ്മൾ ഫാബ്രിക്സ് സീറ്റുകളാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിലവർ ലെതറൈ സീറ്റ്, അതായത് ബ്ലാക്ക് ലെതറൈ സീറ്റാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇരുന്ന് നോക്കി, നല്ല കുഷീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇവരുടെ സ്റ്റെയറിങ്ങിൽ അവർ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സ്വിച്ചസൊക്കെ ഇവിടെ നല്ല രസമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. പിന്നെ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് വൈറ്റ് ആകുമ്പോൾ ചളി കാര്യങ്ങളൊക്കെയാണ്, ബാക്കി വണ്ടി യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതിൽ ഉള്ളിൽ കയറിയിരുന്നാൽ നമുക്ക് കാണുന്നത് ഒരു 26 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ തന്നെ കുറേ ഓപ്ഷൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പിന്നെ അതേപോലെ തന്നെ അലക്സ, ഇതെല്ലാം ഇതിൽ പുതുതായി കൊണ്ട ഫീച്ചേഴ്സുകളാണ്. നേരെ താഴോട്ട് വന്നാൽ നല്ല മുന്നുള്ള പോലെ തന്നെയുള്ള AC വെൻസ് ഉണ്ട്, AC കൺട്രോളും കാര്യങ്ങളും ഇവിടെ നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വയർലെസ് ചാർജർ ഉണ്ട്. വയർലെസ് ചാർജർ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു B ടൈപ്പ് ചാർജിങ് സ്ലോട്ട്. നേരെ ഇങ്ങോട്ട് വന്നാൽ ഓട്ടോമാറ്റിക് ഗിയർ കാര്യങ്ങളെല്ലാം വരുന്നു. പിന്നെ ഹോൾഡേഴ്സ്, കപ്പ് ഹോൾഡേഴ്സ്, അതേപോലെ തന്നെ സെൻട്രൽ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സാണ് വരുന്നത്. ഇതാണ് സെൻട്രൽ കൺസോളിൽ. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൽ. ഇതിൽ വേറൊരു പ്രത്യേകത കണ്ടത് എന്താ വെച്ചാൽ, ഇതിൽ സൺറൂഫ്, ഇത് സൺറൂഫ് അല്ല, പാനോറമിക് സൺറൂഫാണ്. ഇത് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് ഈ പാനോറമിക് സൺറൂഫ് വരുന്നത്. ബേസ് മോഡലിൽ സൺറൂഫ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ 3+2 ആണ് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. ബാക്കിലും ഇതേപോലെ തന്നെ ലെതറൈറ്റ് സീറ്റാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ. 3 എൻജിൻ ഓപ്ഷൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള TGDI എൻജിനാണ് ഇവർ നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മഹീന്ദ്ര XUV 3X റെവെക്സിൻ്റെ വിശേഷങ്ങൾ.
ബാക്കി ഇതിൻ്റെ ഡ്രൈവ് വരുമ്പോഴാണ് നമുക്ക് ബാക്കി റോഡിലിറങ്ങിയാൽ ഈ വണ്ടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ റോഡിലുള്ള വിശേഷങ്ങളും ഓടിച്ചാൽ എങ്ങനെയുണ്ട് എന്നുള്ളതും എത്രത്തോളം നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ടെന്നും ബാക്കി വിശേഷങ്ങളൊക്കെ അന്ന് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ, എൻജോയ് വിലി.